ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 80 സ്യമന്തകോപാഖ്യാനം. സത്രാജിതസ്ത്വമഥ ലുബ്ധവദർക്കലബ്ധം ദിവ്യം സ്യമന്തകമണിം ഭഗവന്നയാചി. തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജാം ത്വയി രതാം ഛലതോ വിവോഢും. അദത്തം തം തുഭ്യം മണിവരമനേനാൽപമനസാ പ്രസേനസ്തദ്ഭ്രാതാ ഗളഭുവി വഹൻ പ്രാപമൃഗയാം. അഹം നേനം സിംഹോ മണിമഹസി മാംസഭ്രമവശാൽ കപീന്ദ്രസ്തം ഹത്വാ മണിമപി ച ബാലായ ദദിവാൻ. ശശംസു സത്രാജിദ്ഗിരമനുജനാസ്ത്വാം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണികാ. തതഃ സർവജ്ഞോപി സ്വജനസഹിതോ മാർഗണപര പ്രസേനം തം ദൃഷ്ട്വാ ഹരിമപി ഗതോ ഭൂക്കപി ഗുഹാം. ഭവന്തമവിതർക്കയന്നതിവയാ സ്വയം ജാംബവാൻ മുകുന്ദ ശരണം ഹി മാം ക ഇഹ ജോരോദ്ധുമിത്യാലപൻ. വിഭോ രഘുപതേ ഹരേ ജയ ജയേത്യലം മുഷ്ടിഭിശ്ചിരം തവ സമർച്ചനം വ്യഥിത ഭക്തചൂഡാമണി. ബുദ്ധ്വാഥ തേന ദത്താം നവരമണിം വരമണിം ച പരിഗൃഹ്ണൻ അനുഗൃഹ്ണൻ നമുമാഗാ സപദി ച സത്രാജിതേ മണിം പ്രാദാഃ. തദനു സഖലു വ്രീളാലോലോ വിലോല വിലോചനാം ദുഹിതരമഹോ ധീമാൻ കാമാം ഗിരൈവ പരാർപ്പിതാം. അദിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനപി പ്രമുദിതമനാസ്തസ്യൈവാദാൻ മണിം ഗഹനാശയ. വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയദാഹ കഥയാഥ കുരുൽപ്രയാതേ. ഈ ഗാന്ധിനേയ കൃതവർമ്മ ഗിരാ നിപാത്യ സത്രാജിതം ശതധനുർമണിമാജഹാര. ശോകാൽ കുരൂനുപഗതാമവലോക്യ കാന്താം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയസ്താം. രത്നേ സശംക ഇവ മൈഥിലഗേഹമേത്യ രാമോ ഗദാം സമശിശിക്ഷത ധർത്തരാഷ്ട്രം. അക്രൂര ഏഷ ഭഗവൻ ഭവദിച്ഛയൈവ സത്രാജിതഃ കുചരിതസ്യ യുയോജ ഹിംസാം. അക്രൂരതോ മണിമനാഹൃതവാൻ പുനസ്ത്വം തസ്യൈവ ഭൂതിമുപധാതുമിതി ബ്രുവന്തി. ഭക്തസ്ത്വയി സ്ഥിരതരഃ സഹി ഗാന്ധിനേയസ്തസ്യൈവ കാപഥമതി കഥമീശ ജാതാ. വിജ്ഞാനവാൻ പ്രശമവാനഃ മിത്യുദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ. യാതം ഭയേന കൃതവർമ്മയുതം പുനസ്തമാഹൂയ തദ്വിനിഹിതം ച മണിം പ്രകാശ്യ. തത്രൈവ സുവ്രതധരേ വിനിധായ തുഷ്യൻ ഭാമാകുചാന്തരശയ പവനേശപായ. ഓം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.
ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि. ശ്രീമൻ നാരായണീയം ദശകം 80 സ്യമന്തകോപാഖ്യാനമാണ് ഇവിടെ പറയാനുള്ളത്. സത്രാജിതസ്ത്വമഥലുപ്തവതർക്കലബ്ധം ദിവ്യം സമന്തകമണിം ഭഗവന്നയാജേ തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജാം ത്വയിരതാം ചലതോ വിവോഢും. സത്രാജിത്ത് എന്ന യാദവൻ സൂര്യനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് നേടിയതാണ് ഈ സെമന്തക രത്നം. ഈ രത്നം വെച്ച് പൂജിക്കുന്ന ഗൃഹത്തില് അതിൻ്റെ ദിവ്യശക്തിയാൽ പ്രതിദിവസം 8 ഭാരം സ്വർണം ഉണ്ടാകും. ദുർഭിക്ഷാദികൾ അവിടെ ഉണ്ടാവുകയില്ല. അല്ലയോ ഭഗവൻ, അങ്ങ് സത്രാജിത്തിന് സൂര്യദേവനിൽ നിന്ന് കിട്ടിയതും ദിവ്യവുമായ സമന്തകം എന്ന രത്നത്തെ ഒരു ലുബ്ധനെ പോലെ യാചിച്ചു. അതിനുള്ള കാരണം പലതാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങയിൽ അനുരക്തയായ ഭട്ടതിരി പറയാണ്, അത് അങ്ങയിൽ അനുരക്തയായ അദ്ദേഹത്തിൻ്റെ പുത്രിയായ സത്യഭാമയെ വ്യാജേന വിവാഹം കഴിക്കുന്നതിനെന്നുള്ളത് തീർച്ച തന്നെ. യാചനം ചലമാണെന്ന് ഭഗവൻ എന്ന സംബോധനം സൂചിപ്പിക്കുന്നു. സത്രാജിത്ത് സത്യഭാമയെ ശതധന്വാവ് എന്ന ഒരു യാദവനെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് വാക്കു കൊടുത്തിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നിൽ അനുരക്തയാണ് സത്യഭാമ എന്ന് മനസ്സിലാക്കി അവളെ രക്ഷിക്കുവാനുള്ള ഒരടവ് പ്രയോഗിച്ചതാണ് ഈ യാചനം. ഭഗവാൻ രാജാവിന് വേണ്ടിയാണ് സത്രാജിത്തിനോട് മണി യാചിച്ചത് എന്നും ഭാഗവതത്തിൽ പറയുന്നു. ഭാഗവതം ദശമസ്കന്ധത്തിലെ 56-57 അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള കഥകൾ ഈ ദശകത്തിൽ സംഭരിച്ചിരിക്കുന്നു. അടുത്ത 3 ശ്ലോകം കൊണ്ടാണ് ഭൂമികാരചനം തുടരുന്നത്. അദത്തം തം തുഭ്യം മണിവരമനേനാൽപമനസാ പ്രസേനസ്തത്ഭ്രാതാകളഭുവി വഹൻ പ്രാപമൃഗയാം അഹന്നേനം സിംഹോ മണിമഹസി മാംസഭ്രമവശാത് കപീന്ദ്രസ്തം ഹത്വാ മണിമപി ച ബാലായ ദദിവാൻ. ക്ഷുദ്ര മനസ്കനായ സത്രാജിത്ത് അങ്ങയ്ക്ക് തരാതെയിരുന്ന ആ ദിവ്യരത്നത്തെ അവൻ്റെ ഭ്രാതാവായ പ്രസേനൻ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് നായാട്ടിനായി കാട്ടിലേക്ക് പോയി. ഈ സത്രാജിത്തിൻ്റെ അടുത്ത് കണ്ട ഈ രത്നം ഒരിക്കൽ ഭഗവാൻ ചോദിച്ചിരുന്നു. അന്ന് സത്രാജിത്ത് അത് കൊടുത്തില്ല. പക്ഷെ പിന്നെന്തുണ്ടായി? തൻ്റെ സഹോദരനായ പ്രസേനൻ കഴുത്തിൽ ആ രത്നം അണിഞ്ഞുകൊണ്ട് നായാട്ടിനായി കാട്ടിലേക്ക് പോയി. രത്നത്തിൻ്റെ തിളക്കം കണ്ട് മാംസമായിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ച ഒരു സിംഹം പ്രസേനനെ വധിച്ച് ആ രത്നം കൈക്കലാക്കി. എന്നാൽ വാനര രാജാവായ ജാംബവാൻ ആ സിംഹത്തെ വധിച്ചിട്ട് സ്യമന്തകരത്നം എടുത്ത് ബാലന് കളിക്കാൻ കൊടുത്തു. സത്രാജിത്ത് ഭഗവാന് സമന്തകം നൽകിയിരുന്നെങ്കിൽ വരാൻ പോകുന്ന എന്തെല്ലാം അനിഷ്ടങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന് സാരം. അതായത്
ശശംസു സത്രാജിത് ഗിരമനുജനാസ്ത്വാം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണികാം തതഃ സർവജ്ഞോപി സ്വജനസഹിതോ മാർഗഗുണപര പ്രസേനം തം ദൃഷ്ട്വാ ഹരിമപി ഗതോ ഭൂ കവിഗുഹാം. അതായത് മഹാന്മാരിൽ കാണപ്പെടുന്ന പരമാണുപ്രായമായ ദോഷം പർവ്വതീകരിച്ച് വർണ്ണിക്കുവാൻ ജനങ്ങൾക്ക് ബഹുരസമാണ്. ശ്രീകൃഷ്ണനെ സംബന്ധിച്ചാണെങ്കിൽ ചോരണം ഒരു കലയായി കുട്ടിക്കാലം മുതൽക്കേ അഭ്യസിച്ചു വന്നിട്ടുള്ളതിനാൽ പറയാൻ ധാരാളം വകയുമുണ്ട്. ദശമസ്കന്ധത്തിലെ 56-ാം അധ്യായം 17, 18, 19 എന്നീ ശ്ലോകങ്ങളുടെ സംഗ്രഹമാണ് ഈ പദ്യം. അതായത് ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷഗണിക എന്ന് ഭട്ടതിരിയുടെ സ്വന്തം ഭാവനാ വിലാസമാകുന്നു. സത്രാജിത്ത് പറഞ്ഞതനുസരിച്ച് ജനങ്ങള് അങ്ങയെ സ്യമന്തകത്തിന്റെ അപഹർത്താവെന്ന് അപവാദം പറഞ്ഞു പരത്തി. സജ്ജനങ്ങളുടെ ലഘുവായ ദോഷം പോലും ജനങ്ങൾക്ക് അമൃതം പോലെ മധുരമുള്ളത് ആകുമല്ലോ. അനന്തരം അങ്ങ് എല്ലാം അറിയുന്നവനെങ്കിലും രത്നം അന്വേഷിക്കുന്നതിനുള്ള താല്പര്യം മൂലം സ്വന്തം ആളുകളോടുകൂടി കാട്ടിലേക്ക് പോയപ്പോൾ അവിടെ മരിച്ചു കിടക്കുന്ന പ്രസേനനെയും സിംഹത്തെയും കണ്ടിട്ട് ജാമ്പവാന്റെ ഗുഹയിലേക്ക് ഭഗവാനും കൂട്ടരും കടന്നു ചെന്നു എന്ന് പറയുന്നു. ഭവന്തമവിതർക്കയന്നതിവയാ സ്വയം ജാമ്പവാൻ മുകുന്ദ ശരണം ഹിമാം ഇഹരോധ്വമിത്യാലപൻ വിഭോ രഘുപതേ ഹരേ ജയ ജയേത്യലം മുഷ്ടിഭിസ്ഥിരം തവ സമർച്ചനം വ്യഥിത ഭക്തചൂടാമണി. വളരെയധികം പ്രായം ചെന്നവനും ഭക്തശിരോമണിയുമായ ജാമ്പവാൻ ഭഗവാനെ മനസ്സിലാക്കാതെ, അതായത് ഭഗവാനും കൂട്ടാളുകളാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ സ്വയം മഹാവിഷ്ണുവിൻ്റെ ആശ്രിതനായ എന്നെ ഇവിടെ വെച്ച് എതിരിടുവാൻ പോന്ന നീ ആരാണ് എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട്, അല്ലയോ വിഭോ രഘുനാഥ ഹരേ ജയ ജയ എന്നിങ്ങനെ ഉച്ചരിച്ചുകൊണ്ട് മുഷ്ടികളാൽ ദ്വന്ദ്വയുദ്ധത്തെ ചെയ്യുവാനായിട്ട് വളരെ കാലം, അതായത് 28 ദിവസം വേണ്ടുവോളം അങ്ങയുടെ യുദ്ധപൂജയെ ചെയ്തു എന്ന് പറയാണ്. കണ്ണിന് കാഴ്ച കുറഞ്ഞിരുന്നു ജാമ്പവാനെന്ന് അതിവയാഹ എന്ന വിശേഷണം സൂചിപ്പിക്കുന്നു. ബുദ്ധ്വാതേന ദത്താം നവരമണീം വരമണീം ച പരിഗൃഹണൻ അനുഗ്രഹണന്നം അമുപാഗാഹ ഗൃഹണന്നുമാഗാഹ സപതിശ്ച സത്രാജിതേ മണിം പ്രാതാഹ. അതായത് ശ്രീകൃഷ്ണ ഭഗവാനും ജാമ്പവാനും തമ്മിലുള്ള യുദ്ധം 28 ദിവസം നീണ്ടു നിന്നു. ജാമ്പവാന്റെ മുഷ്ടി പൂജയാൽ സന്തുഷ്ടനായ ഭഗവാൻ തന്നെ തിരിച്ചറിയത്തക്ക വിധം ഭയങ്കരമായ മുഷ്ടിപ്രഹാരം ജാമ്പവാന് സമ്മാനിച്ചു. ഇതേമാതിരി ഒരു മുഷ്ടിപ്രഹാരം തനിക്ക് നൽകാൻ സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിക്ക് മാത്രമേ കഴിയൂ എന്ന നിശ്ചയമുള്ള കവിശ്രേഷ്ഠൻ, അതായത് ജാമ്പവാൻ ഒടുവിൽ ശ്രദ്ധിച്ചൊന്ന് നോക്കി കാര്യം മനസ്സിലാക്കി. ഇത് തൻ്റെ വിഷ്ണു ഭഗവാൻ തന്നെയെന്ന് മനസ്സിലാക്കി. തനിക്ക് പറ്റിയ അപരാധത്തിന് പ്രായശ്ചിത്തമായി സ്വന്തം മകളെ, അതായത് ജാമ്പവതിയെ ഭഗവാന് ദാനം ചെയ്തു. സ്ത്രീധനം എന്ന പോലെ ആ സ്യമന്തകമണിയും
അവിടേക്ക് ഭഗവാന് നൽകി. ഭഗവാൻ തൻ്റെ ദിവ്യകര സ്പർശത്താൽ ജാമ്പവാന്റെ ക്ഷീണമെല്ലാം തീർത്ത് അനുഗ്രഹിക്കുകയും ചെയ്ത് ദ്വാരകയിലേക്ക് മടങ്ങി. പിന്നീട് സത്യഭാമ വിവാഹത്തെക്കുറിച്ചാണ് പറയുന്നത്. തദനു സകലു വ്രീളാലോല വിലോല വിലോചനാം ദുഹിതരമഹോ ധീമാൻ ഭാമാം ഗിരൈവ പരാർപ്പിതാം അതിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനപി പ്രമുദിതമനാസ്തസ്യൈവാദാന്മണിം ഗഹനാശയഃ. ശ്രീകൃഷ്ണനിൽ മിഥ്യാപവാദം പറഞ്ഞു പരത്തിയത് നിമിത്തമുണ്ടായ സ്വാപരാധം നിർമാർജനം ചെയ്യാൻ മടി കൂടാതെ തുനിഞ്ഞതിനാലാണ് സത്രാജിത്തിന്റെ ബുദ്ധി സാമർഥ്യം തെളിഞ്ഞു കാണുന്നത്. പരപ്രതിശ്രുതയായ മകളെ മാത്രമല്ല, ക്ലേശലബ്ധവും മഹാപ്രഭാവവുമായ സ്യമന്തകരത്നത്തെയും മടി കൂടാതെ ശ്രീകൃഷ്ണ ഭഗവാന് തന്നെ സമർപ്പിക്കാൻ സത്രാജിത്ത് തീർച്ചപ്പെടുത്തി. സമർപ്പണം ചെയ്യുന്ന സമയത്തും സത്രാജിത്തിന്റെ ഹൃദയം ലജ്ജയാൽ മാത്രമല്ല ഭയത്താലും ചഞ്ചലമായിരുന്നു. കാരണം കൃഷ്ണനാണ് സമന്തകമണി കട്ടുകൊണ്ടുപോയത് എന്ന് സത്രാജിത്ത് അപവാദം പറഞ്ഞ് പരത്തിയിരുന്നു. ഇതിനാൽ ലജ്ജയാലും ഭയത്താലും ചഞ്ചലമായിരുന്നു സത്രാജിത്ത്. ഭഗവാൻ സമർപ്പണം അംഗീകരിക്കാതിരുന്നാലോ എന്നൊരു തോന്നലും സത്രാജിത്തിന് ഉണ്ടായി. സത്രാജിത്ത് സമർപ്പിച്ച 2 എണ്ണത്തിൽ തനിക്കിഷ്ടപ്പെട്ട ഒന്ന്, അതായത് കന്യാരത്നം, ഭഗവാൻ സ്വീകരിച്ചു. സ്യമന്തകരത്നത്തെ തിരികെ കൊടുക്കുകയും ചെയ്തു. സ്യമന്തക പ്രത്യർപ്പണത്തിൽ എന്തായിരുന്നു ഭഗവാന്റെ ആശയം ആർക്കും അറിഞ്ഞുകൂടാ. ഇത് സത്രാജിത്തിനെ കൂടുതൽ ലജ്ജിപ്പിച്ചിട്ടുണ്ടാകണം. സത്രാജിത്തിന് പുത്രനില്ലാത്തതിനാൽ മകൾക്ക്, അതായത് സത്യഭാമയ്ക്ക് തന്നെ അവകാശപ്പെട്ടതാകയാൽ സ്യമന്തകം തനിക്ക് തന്നെ ലഭ്യമെന്ന് മനസ്സിലാക്കിയിട്ട് എന്നും ഒരു വ്യാഖ്യാനമുണ്ട്. ലക്ഷ്മി വല്ലഭന് സ്യമന്തകത്തിൽ അഭിലാഷമോ എന്ന് നമുക്കൊരു ചോദ്യവും വരും. ഭഗവാൻ ആദ്യം ചെയ്ത യാചനം സ്യമന്തക നാടകത്തിന്റെ ഒരു നാന്ദി ആണ്. നാന്ദി മാത്രം. എന്നാൽ ഭഗവാൻ സത്രാജിത്തിനോട് പറയുന്നു, രാജൻ സത്രാജിത്തെ, ഞാൻ രത്നം സ്വീകരിക്കുന്നില്ല. ആദിത്യദേവനെ ഭക്തിയാ തപസ്സു ചെയ്ത് നേടിയ ആ രത്നം അങ്ങയ്ക്ക് തന്നെ ഇരിക്കട്ടെ. അങ്ങയുടെ കയ്യിലിരുന്നാലും അതിൻ്റെ ഫലം അങ്ങയുടെ ജാമാതാവായി തീർന്ന എനിക്കും അനുഭവിക്കാമല്ലോ. അതായത് സത്രാജിത്തിൻ്റെ കയ്യിൽ ആ രത്നം ഇരുന്നാലും അതിൻ്റെ ഫലം പുത്രിയുടെ ഭർത്താവായ തനിക്കും ലഭിക്കുമല്ലോ, അനുഭവിക്കാമല്ലോ എന്ന് ഭഗവാൻ ചിന്തിക്കുന്നു എന്ന് പറയുന്നു. എന്ന ഭാഗവത വചനമനുസരിച്ച് ഈ വ്യാഖ്യാനം ശരിയാണെന്ന് തോന്നും. എന്നാൽ വയം ച ഫലഭാഗിനഃ എന്നത് ഭഗവാന്റെ ഒരു ഭംഗിവാക്ക് മാത്രമാണെന്നുള്ളത് സ്യമന്തകത്തിൻ്റെ ഉത്തരകഥാഭാഗങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ നാരായണീയ ശ്ലോകത്തിലെ ഗഹനാശയ പദം പ്രത്യേകം ശ്രദ്ധേയമാകുന്നു. ഇനി കനകം മൂലമുണ്ടായ ആപത്തുകൾ തുടർന്ന് വിവരിക്കുകയാണ്. സത്രാജിത്ത് സ്വന്തം പുത്രിയെ ശതധന്വാവിന് വാക്കാൽ കൊടുത്തു കഴിഞ്ഞിരുന്നു എന്ന് നമ്മൾ മുന്നേ പറഞ്ഞു. ഇനി അതും കൂടി ഇതിലൊരു ഭാഗവാക്കായി തീരുകയാണ്. പാണ്ഡവന്മാർ തൻ്റെ അച്ഛൻ പെങ്ങളുടെ മക്കളും പ്രിയ സുഹൃത്തുക്കളും ആകയാൽ അവർക്ക് പറ്റിയ അത്യാപത്ത് കേട്ട്, അതായത് അരക്കില്ലം ചുട്ടരിച്ചു, അരക്കില്ലത്തിലാക്കി പാണ്ഡവരെ ചുട്ടരിച്ചു എന്ന വാർത്ത കേട്ട് അതിനെപ്പറ്റി അന്വേഷിക്കാൻ ഭഗവാൻ ഹസ്തിനപുരത്തിലേക്ക് എഴുന്നള്ളിയപ്പോൾ
ആ തക്കം നോക്കി അക്രൂരനും കൃതവർമാവും ശതധന്വാവിനെ പറഞ്ഞ് പിരിമുറുക്കി. അതാണ് 7ാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നത്. വ്രീളാകുലാം രമയതീ ത്വയി സത്യഭാമാം കൗന്ദേയദാഹ കഥയാഥ കുരൂൻ പ്രയാതേ ഹി ഗാന്ധിനേയകൃതവർമ്മഗിരാ നിപാത്യ സത്രാജിതം ശതധനുർമണി മാജഹാരാം. എന്താണ് പറയുന്നത്? ഭഗവാൻ പുരത്തിലേക്ക് എഴുന്നള്ളിയപ്പോൾ ആ തക്കം നോക്കി അക്രൂരനും കൃതവർമാവും ശതധന്വാവിനെ പറഞ്ഞ് പിരിമുറുക്കി. താങ്കൾക്ക് വിവാഹം ചെയ്തു തരാമെന്ന് പറഞ്ഞ സത്യഭാമയെ വാക്കുമാറ്റി കൃഷ്ണന് കൊടുത്തത് സത്രാജിത്ത് ചെയ്ത അക്ഷന്തവ്യമായ അപരാധമാണ്. അതിനു പകരം ചോദിക്കണം. സത്രാജിത്തിനെ നിഗ്രഹിച്ച് സമന്തകം കൈവശപ്പെടുത്തുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് ശതധന്വാവിനെ പിരികൂട്ടി. ഈ ദുരുപദേശം കേട്ട ശതധന്വാവ് ഒരു ദിവസം ഉറങ്ങിക്കിടന്നിരുന്ന സത്രാജിത്തിനെ നിഗ്രഹിച്ചു, സമന്തകം കൈക്കലാക്കി. ഭക്തനായ അക്രൂരനു കൂടി ഈ ദുർബുദ്ധി ഉണ്ടായല്ലോ എന്ന കവിയുടെ ആശ്ചര്യവും ദുഃഖവും സൂചിപ്പിക്കുന്നു ഹീ എന്ന വാക്കുകൊണ്ട്. ശോകാത് കുരൂനുപഗതാമവലോക്യ കാന്താം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയസ്താം രത്നേശശങ്കൈവ മൈഥിലഗേഹമേത്യ രാമോ ഗതാം ശമശിശിക്ഷത ധാർത്തരാഷ്ട്രം. സത്യഭാമ പിതൃവധ ദുഃഖം അറിയിച്ചപ്പോൾ രാമകൃഷ്ണന്മാർ ലോകരീതി അനുസരിച്ച് നമുക്ക് വല്ലാത്ത ആപത്ത് വന്നു പെട്ടുവല്ലോ എന്ന് കണ്ണീരോടെ വിലപിച്ചു. ഉടനെ ദ്വാരകയിലേക്ക് മടങ്ങി ശതധന്വാവിനെ നിഗ്രഹിക്കാൻ ഒരുമ്പെട്ടു. രാമകൃഷ്ണന്മാർ ദ്വാരകയിലെത്തിയ വിവരമറിഞ്ഞ ശതധന്വാവ് കൃതവർമാവിനോടും അക്രൂരനോടും തന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഈശ്വരന്മാരായ രാമകൃഷ്ണന്മാർക്ക് എതിരു നിൽക്കുവാൻ തങ്ങളെ കൊണ്ടാവില്ലെന്ന് പറഞ്ഞ് ഇരുവരും ഒഴിഞ്ഞു മാറി. ശ്രീകൃഷ്ണ ഭഗവാൻ ബലരാമനുമൊരുമിച്ച് ഗരുഡധ്വജാങ്കിതമായ രഥത്തിൽ കയറി പേടിച്ചോടുന്ന ശതധന്വാവിനെ പിന്തുടർന്നു. അതിവേഗത്തിൽ പായുന്ന കുതിരയുടെ പുറത്തു കയറി കുതിച്ചു പാഞ്ഞു തുടങ്ങിയ ശതധന്വാവ് മിഥില രാജധാനിയിലെ ഉപവനത്തിലെത്തി. ക്ഷീണിച്ച കുതിര അവിടെ വീണ് ചത്തു. താഴത്തിറങ്ങി ഓടാൻ തുടങ്ങിയ ശതധന്വാവിനെ പിന്തുടർന്നോടിയ ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് അവൻ്റെ കഴുത്തറുത്തു. അവൻ്റെ ഉടുവസ്ത്രത്തിൽ എവിടെയെങ്കിലും സമന്തകം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. പക്ഷെ കാണാൻ പറ്റിയില്ല. കാണാതെ മടങ്ങി വന്ന് വിവരം ഭഗവാൻ ജ്യേഷ്ഠനെ, അതായത് ബലരാമനെ അറിയിച്ചു. ശതധന്വാവ് ദ്വാരകയിൽ തന്നെ ആരുടെയെങ്കിലും കയ്യിൽ സമന്തകം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടാകും. ദ്വാരകയിലേക്ക് മടങ്ങി അന്വേഷിക്കൂ, ഞാൻ പ്രിയ സുഹൃത്തായ മിഥില രാജാവിനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ബലരാമൻ മിഥില രാജധാനിയിലേക്ക് പോയി. പ്രിയ സുഹൃത്തിൻ്റെ സൽക്കാരം സ്വീകരിച്ച് ബലരാമൻ കുറച്ചു കാലം അവിടെ തന്നെ താമസിച്ചു. സമന്തകരത്നത്തെ സംബന്ധിച്ചിടത്തോളം ബലരാമന് പല ശങ്കകളും ഉണ്ടായി. കൃഷ്ണൻ തന്നെ സമന്തകമെടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഏതായാലും പലതരം കിംവദന്തികളും പരക്കാൻ ഇടവന്നിട്ടുള്ള ഈ കാലഘട്ടത്തിൽ കുറച്ചു കാലം ദ്വാരക വിട്ട് താമസിക്കുകയാണ് നല്ലതെന്ന് ബലരാമൻ വിചാരിച്ചിരിക്കാം. ഗഹനാശയനും ദുർബോധലീലനും ആയ കൃഷ്ണൻ തന്നെ ഒടുവിൽ സമന്തക രഹസ്യം വെളിപ്പെടുത്തുമെന്ന് അദ്ദേഹത്തിന്, അതായത് ബലരാമന് ഉറപ്പുണ്ടായിരുന്നു. പരമ ഭാഗവതനായ ഭഗവാന്റെ ഭക്തനായ
അക്രൂരന് പോലും കനകം നിമിത്തം വഴി പിഴയ്ക്കുന്നതാണ് കാണുന്നത്. അക്രൂരയേഷ ഭഗവൻ ഭഗവതിച്ഛയൈവ സത്രാജിതകുചരിതസ്യ യുയോജ ഹിംസാം അക്രൂരതോ മണിമനാ കൃതവാൻ പുനസ്തം തസ്യൈവ ഭൂതിമുപധാതുമിതി ബ്രുവന്തി. അതായത് ശതധന്വാവ് ഓടിപ്പോകുമ്പോൾ സെമന്തകരത്നം അക്രൂരന്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു. കുചരിതസ്യ എന്ന വിശേഷണം സത്രാജിത്തിന്റെ വധാർഹതയെ സൂചിപ്പിക്കുന്നു. ബ്രുവന്തി എന്നത് ഇപ്പറഞ്ഞത് മാത്രമല്ല ഫലമായി ഭഗവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ധ്വനിപ്പിക്കുന്നു. അതായത് ഈ അക്രൂരൻ അങ്ങയുടെ ഇച്ഛ അനുസരിച്ച് തന്നെ ദുർവൃത്തനായ സത്രാജിത്തിന്റെ വധത്തെ വരുത്തിവെച്ചു. എങ്കിൽ പിന്നെ ഐശ്വര്യത്തെ ഉണ്ടാകുന്നതിന് വേണ്ടി തന്നെ അക്രൂരനിൽ നിന്ന് രത്നത്തെ അങ്ങ് വാങ്ങിയതുമില്ല എന്നിങ്ങനെ പറയപ്പെടുന്നു. രത്നം അക്രൂരന്റെ പക്കലുണ്ടെന്ന് അറിയിച്ച ശേഷം ഭഗവാൻ അത് അദ്ദേഹത്തിൽ നിന്ന് മാറ്റിയില്ല. ഭക്തസ്ത്വയി സ്ഥിരതരഃ സഹി ഗാന്ധിനേയത്തസ്യൈവ കാപഥമതി കഥമീശ ജാതാ. വിജ്ഞാനവാൻ പ്രശമവാനഃ ഇത്യുദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ. അതായത് അക്രൂരൻ അങ്ങയിൽ ഭഗവാനിൽ ഉറച്ച ഭക്തിയുള്ളവനാണല്ലോ. അല്ലയോ സർവേശ്വര, അങ്ങനത്തെ അദ്ദേഹത്തിന് തന്നെ എങ്ങനെ ദുർബുദ്ധി ഉണ്ടായി? ഞാൻ വിജ്ഞാനവാനും ശമം ശീലമുള്ളവനും ആണ് എന്നിങ്ങനെ അദ്ദേഹത്തിനുണ്ടായിരുന്ന വർദ്ധിച്ച ഗർവത്തെ, അതായത് അക്രൂരൻ കുറച്ച് ഗർവുണ്ടായിരുന്നു, ഞാൻ വിജ്ഞാനവാനും ശമം ശീലമുള്ളവനും ആണ് എന്നിങ്ങനെ. ആ ഗർവത്തെ ശമിപ്പിക്കുന്നതിന് വേണ്ടി ഇത് അങ്ങയാൽ തന്നെ ചെയ്യപ്പെട്ടതാണെന്ന് തന്നെ നിശ്ചയം എന്ന് പറയണേ. അതായത് അമ്പാടിയിൽ ചെല്ലുന്ന അക്രൂരനെ നാം കണ്ടതാണല്ലോ. ആ അക്രൂരന് ഈ ദുർബുദ്ധി ഉണ്ടായതിൽ അത്ഭുതം തോന്നുന്നു. ഭക്തന്മാരുടെ അഹങ്കാരം നശിപ്പിച്ച് അവരുടെ ഹൃദയത്തിന് കൂടുതൽ ശുദ്ധി ഉണ്ടാക്കുക എന്നതിന് ഭഗവാൻ സ്വീകരിക്കുന്ന പല ലീലകളിൽ ഒന്നാണിതെന്ന് കവി സമാധാനിക്കുന്നു. യാധംബയേന കൃതവർമ്മയുതം പുനസ്തമാഹൂയ തദ്വിനിഹിതം ച മണിം പ്രകാശ്യ തത്രൈവ സുവ്രതധരേ വിനിധായ ദുഷ്യൻ ഭാമാകുജാന്തശയന പ്രവനേശപായാഹ. സത്രാജിത്തും ശതധന്വാവും സുവ്രതധരന്മാരായിരുന്നില്ല. അവർക്ക് മനഃശുദ്ധി ഉണ്ടായിരിക്കുന്നില്ലെന്ന് വ്യക്തമാണല്ലോ. അക്രൂരനുണ്ടായിരുന്ന ഗർവാദികൾ ഭഗവാൻ ഇങ്ങനെ പരിഹരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തികച്ചും സുവ്രതധരനായി തീർന്നു എന്ന് പറയുന്നു. സെമന്തകം വേണ്ടതുപോലെ പൂജിച്ചു വെച്ചുകൊണ്ടിരിക്കുവാനുള്ള അധികാരം അക്രൂരന് സിദ്ധിക്കുകയും ചെയ്തു. അതാണ് ഭക്തോത്തമനായ അദ്ദേഹത്തിന് തന്നെ സമന്തകം സമർപ്പിച്ചത്. സമന്തകം കൃഷ്ണൻ തന്നെ എടുത്ത് എവിടെയോ ഒളിച്ചു വെച്ചിരിക്കുകയാണെന്ന് ദ്വാരകാവാസികൾക്ക് പൊതുവായും ബലരാമന് പ്രത്യേകമായും ആശങ്ക ഉണ്ടായിരുന്നു. ബലരാമൻ തന്നിമിത്തമാണ് മിഥിലയിൽ പോയി താമസിച്ചത് എന്നുപോലും ധാരണ ജനങ്ങളിൽ പരന്നിരുന്നു. ഇതെല്ലാം ഇല്ലാതാക്കുവാനാണ് അക്രൂരൻ സൂക്ഷിച്ചിരുന്ന മണിയെ ഭഗവാൻ പ്രകാശനം ചെയ്തത്. ഭഗവാൻ അക്രൂരനോട് പറയുന്ന വാക്കുകളാണ്: കിന്തു മാമഗ്രജ സമ്യക് ന പ്രത്യേതി മണിം പ്രതി ദർശയസ്വ മഹാഭാഗ ബന്ധൂനാം ശാന്തിമാവഹ. ഭാഗവതം 10-ാമത്തെ ഇതിലെ 57 ദശമസ്കന്ധത്തിലെ 57-ാം അധ്യായത്തില് 39-ാമത്തെ വരി
പറയുന്നത്. സമന്തകരത്നത്തെ സംബന്ധിച്ച് ബലരാമ ജ്യേഷ്ഠന് പോലും എന്നെ നല്ലവണ്ണം വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ മണി എല്ലാവർക്കും കാണിച്ചു കൊടുക്കൂ, ദ്വാരകയിലുള്ള ബന്ധുക്കളെ സന്തോഷിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദശകം അവസാനിക്കുകയാണ്. അതായത് ഭഗവാനെ ഭയന്ന് കൃതവർമാവിനോടുകൂടി ഓടിപ്പോയവനായ അക്രൂരനെ പിന്നീട് ദൂതനെ അയച്ചു വരുത്തി അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ് രത്നം എന്ന് പ്രകാശിപ്പിച്ചിട്ട് അവിടെ വിശിഷ്ടമായ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടിയ അക്രൂരനെ തന്നെ അത് വെച്ചിട്ട് സന്തുഷ്ടനായി സത്യഭാമയുടെ മാറിൽ ശയിച്ചുകൊണ്ടിരിക്കുന്നവനായ അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് 80-ാം ദശകം അവസാനിക്കുന്നു. നമസ്തേ.